ഒരു രക്ഷയില്ല. പുണ്ടാച്ചി പെർഫോമൻസ് ഒന്നും പറയല്ല. പുണ്ടാച്ചി പെർഫോമൻസ്. ഫ്രണ്ട്സ് വെൽക്കം ബാക്ക്. അങ്ങനെ ഒരിക്കൽ കൂടി ഇന്ത്യ മുഴുവൻ ഒരു സിനിമ കാണാനായിട്ട് ഉറക്കമൊഴിയുകയാണ്. KGF-ന്റെയും ബാഹുബലിയുടെയും റെക്കോർഡുകളെല്ലാം തകർത്തുകൊണ്ട് വരുന്ന ഐറ്റം അതെന്തായാലും വൈൽഡ് ഫയർ തന്നെയായിരിക്കും. അപ്പോൾ എന്തായാലും ഈ വർഷത്തെ ഏറ്റവും വലിയ സിനിമ പുഷ്പ 2 കണ്ടിറങ്ങി ഓടിച്ചോടെ എങ്ങനെ ഉണ്ടായിരുന്നു അവരുടെ ഫസ്റ്റ് ഇംപ്രഷൻ നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. അപ്പോൾ നിങ്ങൾ കാണുന്നത് കേരളത്തിലെ ആദ്യത്തെ റിവ്യൂ ആണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട. വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്തോ. നേരെ പുഷ്പ 2 റിവ്യൂയിലേക്ക്. ഒരു രക്ഷയില്ല. സെക്കൻഡ് ഹാഫ് ഫഹദ് ഫാസിൽ വേഴ്സസ് അല്ലു അർജുൻ ക്ലാഷ്, എപ്പിക് ക്ലാഷ് ആയിരിക്കും. സെക്കൻഡ് ഹാഫിലാണ് ഇനി തുടങ്ങാൻ പോണത് ഇവർ തമ്മിലുള്ള ഒരു ക്ലാഷ്. എന്നാലും കൊടുത്തിരുന്ന സാധനത്തിന് ഇന്റർനാഷണൽ ലെവൽ ഐറ്റം അങ്ങനെ ഉണ്ടോ? തന്നെ ഉണ്ട്. പിന്നെ താഴത്തില്ലടാ ഫയർ ഇന്റർവെല്ലുള്ള വൈൽഡ് ഫയർ എന്ന് പറയാനുണ്ടോ? വൈൽഡ് ഫയർ പടം ഇന്റർവെല്ലേ ഉള്ളു. ഫസ്റ്റ് ഹാഫ് കുറച്ച് ലാഗൊക്കെ ഉണ്ട്, എന്നാലും കൊള്ളാം, പടം കൊള്ളാം. ഇന്റർവെൽ ബ്ലോക്ക് എങ്ങനെ നിർത്തിയിരിക്കുന്ന ഹൈ ഇന്റർവെല്ലോള് ഹൈ, ഇച്ചിരി ഹൈ. ആ ഒരു സീൻ തന്നെ ഹൈ. ഫസ്റ്റിലായിട്ടൊരു ഇതുണ്ട്, അത് തന്നെ ഹൈ. അപ്പൊ ഫസ്റ്റിന്റെ അത്ര അങ്ങോട്ട് വന്നിട്ടില്ല. ആ ഒരു ഫസ്റ്റിൽ ലോക്കലായിട്ടിട്ട് ഹൈ ഇന്റർനാഷണൽ വന്നതല്ലേ, അത്ര അങ്ങോട്ട് ഇന്റർനാഷണൽ ലെവലായിട്ട് തന്നെ പോകുന്നത്. പക്ഷെ ഒരു ഇതുവരെ കൊള്ളാം, പടം കൊള്ളാം. പോരെ എന്ന് വെച്ചാൽ കുഴപ്പമില്ല. കാശ്മീർക്ക് ഫീലിങ്സ് ഇച്ചിരി കൂടി പോയെന്നേ പറയാൻ പറ്റും. ഇംപ്രഷൻ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഹാഫ് കുഴപ്പമില്ല. ഫാസ്റ്റിന്റെ സീൻ കൊള്ളാം. പുഷ്പ ഇച്ചിരി ഓവറായോ എന്നൊരു ഡൗട്ട് ഉണ്ട്. ഫസ്റ്റിന്റെ അത്രയും വന്നിട്ടില്ല. എന്നാലും കൊമേഴ്ഷ്യൽ ഐറ്റംസ് ഒക്കെ ആഡ് ചെയ്തിട്ട് അതാണോ അതോ എന്താണ് സ്റ്റോറി അപ്പോൾ കണ്ടാലേ പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഇച്ചിരി ഓവർ ആയിട്ടുണ്ടെന്നേ പറയുള്ളൂ. ഓവർ എക്സാജറേറ്റ് ആയിട്ടുണ്ടെന്നേ വെച്ചാൽ പക്ക തെലുങ്ക് പടം. ഓക്കെ, കുഴപ്പമില്ല. ഒരു വൈൽഡ് ഫയർ ഒരു സാധനം കിട്ടുമോ ഫാൻസിനായാലും? അങ്ങനത്തെ ഐറ്റം ഒക്കെ ഉണ്ടോ തിയേറ്റർ? ഫാൻസിൽ തന്നെ അല്ലു അർജുൻ മാസ് സീനൊക്കെ കുറെ ഉണ്ട്. പക്ഷെ അതല്ലാതെ ഇച്ചിരി ഓവറായെന്നേ പറയുള്ളൂ. ഇന്റർവെൽ ബ്ലോക്ക് ഒക്കെ എങ്ങനെയുണ്ട്? ഇന്റർവെൽ ബ്ലോക്ക് കൊള്ളാം. ഞാൻ പറഞ്ഞില്ലേ ഫാസ്റ്റിന്റെ സീൻ അടിപൊളിയാണ്. അല്ലു അർജുൻ ഇച്ചിരി ഓവറായെന്നേ പറയുള്ളൂ. ഒന്നും പറയില്ല ബ്രോ, കരഞ്ഞു. ക്രിഞ്ച്, പക്ക ക്രിഞ്ച്. എങ്ങനെയാണ് ക്യാരക്ടറൊക്കെ പറയുകയാണെങ്കിലും ആ ഒരു ഷോ കരഞ്ഞു. മാസ് എലവേഷൻ സീൻസും കൊമേഴ്ഷ്യൽ ഐറ്റംസ് മാസ് തന്നെ, പക്ഷെ ഒന്നും ഒത്തിട്ടില്ല. മനസ്സിലായോ? ഫഹദാണോ ശരിക്കും വിയർത്തോ ഇപ്രാവശ്യം? അല്ലു ഫഹദ് വിയർത്തു ഇല്ല, രണ്ട് ഷോ അതിന്റെ ഷോ. എന്നാലും ഒരു ഭയങ്കര കൊമേഴ്ഷ്യൽ ഫാൻസിനൊക്കെ ഉള്ള ഐറ്റം ഉണ്ടോ സെലിബ്രേറ്റ് ചെയ്യാനുള്ള? ഒന്നുമില്ല. പാട്ട് മാത്രം കൊള്ളാം. രശ്മിക മണ്ടാന് മാത്രം കൊള്ളാം. ഇൻട്രോ കുഴപ്പമില്ല, കേട്ടില്ല. ഇൻട്രോ മാത്രം കൊള്ളാം. ബാക്കിയൊക്കെ ഭയങ്കര പഞ്ചും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? പഞ്ചൊന്നും ഇല്ല. പഞ്ചെന്ന് പറഞ്ഞ സാധനം ഇല്ല ഈ പടത്തിൽ. അതില്ല. പുഷ്പ വൈൽഡ് ഫയർ എങ്ങനെയുണ്ട് ഫസ്റ്റ് ഇംപ്രഷൻ? കുഴപ്പമില്ല ബ്രോ, കുഴപ്പമില്ല. ഞാൻ പകുതി കഴിഞ്ഞ് കണ്ടാലേ പറയാൻ പറ്റുള്ളൂ. എന്നാലും പിന്നെ നമ്മൾ അല്ലു അർജുൻ്റെ ഇവിടെ ഫാൻസായിട്ട് നമ്മൾ ആരെയും കാണില്ല. അപ്പോൾ പിന്നെ അല്ലു അർജുന് വേണ്ടി നമ്മളൊരു ഇതൊക്കെ വേഷമൊക്കെ കെട്ടി നമ്മുടെ ദൃശ്യങ്ങൾ നമുക്ക് പുഷ്പല്ല അതെയാണ് ഫാൻ ഈ പടം കൊണ്ടുപോയത്. പിന്നെ അല്ലാതെ അതിനല്ലേ ഞാൻ ഇവിടെ വന്നത്. പിന്നെ സമതയ്ക്ക് അടയ്ക്കേണ്ട പൈസ ഇട്, അതിലാണ് ഇതെല്ലാം ഒരുങ്ങി വന്ന് നിൽക്കുന്നത്. വെളുപ്പിനെ കണ്ടിട്ട് എങ്ങനെയുണ്ട്? വെളുപ്പിനെ കണ്ടിട്ട് കുഴപ്പമില്ല. നമുക്ക് കുറ്റം പറയാനായിട്ട് ഇതുവരെയായിട്ടും വന്നിട്ടൊന്നുമില്ല. ഇനി സെക്കൻഡ് ഹാഫ് കണ്ടിട്ടേ ബാക്കി പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഇവിടെ വന്ന് ഇറങ്ങിയതേ ഉള്ളൂ. ഒന്ന് ഇറങ്ങി ഇവിടെ ഒന്ന് കണ്ടിട്ട് പോകാന്ന് വിചാരിച്ചു. വനിതാ വിനീതമായിട്ടുള്ള ഒരു ക്ലാഷ് ആണ് ഈ പുഷ്പ. നമ്മളെ തിരുവനന്തപുരത്തും കൊണ്ടുവരണം. പിന്നെ അത് വേറെ ലെവലാണ്. അതിനല്ലേ പോവാത്തത്. നമ്മളവിടെ തിരുവനന്തപുരത്ത് സിനിമ എന്താ പറയാ, സാധാരണ ടിപ്പിക്കൽ തെലുങ്ക് മൂവിയായിട്ടാണ് ഫീൽ ചെയ്തത്. ഇതുവരെ പറഞ്ഞ പോലെ കുറ്റമൊന്നും പറയുന്നില്ല. ഫസ്റ്റ് ഹാഫേ കണ്ടോളൂ. പിന്നെ എന്താണ് നമ്മുടെ ഫഹദിന്റെ സൈക്കോത്തരവും അല്ലുവിന്റെ സ്റ്റൈലും ഒക്കെ ആയിട്ട് അടിച്ചു പൊളിച്ച് പോകുന്നുണ്ട്. പക്ക കൊമേഴ്ഷ്യൽ തന്നെയാണ്. മാസ് മൂവിയാണ്, കണ്ടോണ്ടിരിക്കാം, കുഴപ്പമൊന്നുമില്ല ഇതുവരെ. പടം വന്നിട്ടുണ്ട്. പക്ഷെ അല്ലു അർജുൻ്റെ ഒരു കോമഡിയും അതുപോലെ തന്നെ കുറച്ച് മാസും, പിന്നെ ഫഹദ് ഫാസിലിന്റെ പിന്നെ ഒന്നും പറയാനില്ല. ഫഹദ് ഫാസിലിന് പറയേണ്ട ആവശ്യമില്ല. പുണ്ടാച്ചി പെർഫോമൻസ് ഒന്നും പറയല്ല. പുണ്ടാച്ചി പെർഫോമൻസ് അങ്ങനെ ഒരു വൈൽഡ് ഫയർ ലെവൽ എന്ന് പറയാനുണ്ടോ? പിന്നെന്ത്, അത് സെക്കൻഡ് ഹാഫ് കൂടെ കണ്ടിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതല്ലേ പറഞ്ഞത്. കാര്യം എന്തായാലും നമുക്ക് ബോറടിക്കുന്നില്ല. വലിയ ബോറടി കാര്യങ്ങൾ അങ്ങനെ നല്ല അലമ്പായിട്ടുള്ള ഒരു ഇതായിട്ട് നമ്മൾ ഇതായിട്ട് കണ്ടിട്ടില്ല. അത് സെക്കൻഡ് ഹാഫ് കണ്ടാലേ പറയാൻ പറ്റുള്ളൂ. ഇത് രണ്ടുപേരും കൂടെ നേർക്ക് ഫഹദും നമ്മുടെ അല്ലു അർജുനോട് ഇതിനെ നേർക്ക് നിൽക്കണം. പക്ഷെ രണ്ടും കൂടെ നല്ല കോംബോ ആണ് കേട്ടോ, ഒന്നും പറയാനില്ല. അപ്പൊ ഇനി ബാക്കി ശേഷം കോസ്റ്റ്യൂമിന്റെ കാസ്റ്റ് മുതലാവോ? കോസ്റ്റ്യൂം നമ്മുടെ ദൃശ്യം നമ്മുടെ ചങ്ക ഇവിടെ നിൽക്കുകയല്ലേ. പിന്നെ എന്ത് നമുക്ക് ഫ്രീ ആയിട്ട് ചെയ്തു തരികയല്ലേ. പിന്നെ അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ എന്നാലും സമയത്ത് കിടക്കേണ്ട പൈസ എടുക്കും, അത് കൊടുക്കണം. അത് കൊടുത്ത